ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഗായ്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് മാഞ്ചസ്റ്റർ സിറ്റി വേഴ്സസ് വെസ്റ്റ് ഹാം മത്സരത്തെക്കുറിച്ചിട്ടുള്ള റിവ്യൂ ആണ് ഗായ്സ് നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. പ്രീമിയർ ലീഗിൽ നടന്ന മാഞ്ചസ്റ്റർ സിറ്റി വേഴ്സസ് വെസ്റ്റ് ഹാം മത്സരം 4-1 എന്ന ഗോൾ സ്കോറിനായിരുന്നു മാൻ സിറ്റി വിജയം കരസ്ഥമാക്കിയിരിക്കുന്നത്. ഈ ഒരു വിജയത്തോടു കൂടി 6ാം സ്ഥാനത്തേക്ക് മുന്നേറിയിരിക്കുകയാണ് 34 പോയിൻറ്റുമായിട്ട്. മാൻ സിറ്റിയുടെ പെർഫോമൻസിലേക്ക് വരികയാണെങ്കിൽ റീസെൻ്റ്ലി അതിന് മുന്നേ എവർട്ടണുമായിട്ട് കളിച്ച അതിനേക്കാൾ കുറച്ച് ഫാർ ബെറ്റർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു ഈ ഒരു മത്സരത്തിലേക്ക് വരുന്ന സമയത്ത്. പക്ഷെ ഒരിക്കലും പ്രൈം ഫോമിലേക്ക് ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. പല പൊസിഷനും വളരെ വീക്കായിട്ടാണ് എനിക്ക് ഇപ്പോൾ ഡാസിൻ്റെ ഒരു ഫോമില്ലായ്മ. ജാക്ലിഷിനെ കുറിച്ചിട്ടാണെങ്കിൽ വളരെ ഫോം ഔട്ടിലാണ് ജാക്ലിഷ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഡിബ്രൂയിനും ആ ഒരു പ്രൈം ഫോമിലേക്ക് വന്നിട്ടില്ല. എന്താണ് ഈ ഒരു പെട്ടെന്ന് എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മാൻ സിറ്റിനെ സംബന്ധിച്ചോളം ആ ഒരു റോഡ്രി പോയതിന് ശേഷം അവർ ഭയങ്കരമായിട്ട് സഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ഗുണ്ടോവനെ കൊണ്ട് ആ ഒരു ഫുള്ളായിട്ട് ആ ഒരു പൊസിഷൻ കവർ ചെയ്ത് കളിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയും. ഒരു പരിധി വരെ ഓക്കെയാണ്, പക്ഷേ റോഡ്രിയുടെ ആ ഒരു റേഞ്ചിലേക്ക് എന്തായാലും കൊണ്ടുപോകാനെ കൊണ്ട് സാധിക്കുന്ന കാര്യമില്ല എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇനി വരുന്ന ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം ക്രിയേറ്റീവ് പ്ലേ മേക്കറെ സൈൻ ചെയ്യാതെ വരികയാണെങ്കിൽ ചാമ്പ്യൻസ് ലീഗിലായാലും ഇനിയിപ്പോൾ എനിക്ക് വിന്നറാവാനുള്ള സാധ്യതയൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് വരുന്ന ആ ഒരു റിസൾട്ട് അനുസരിച്ചിട്ടിരിക്കും. കാരണം ഇപ്പോൾ ടോപ്പിലുള്ളത് ആ ഒരു ലിവർപൂൾ മാത്രമാണ്. ബാക്കി എല്ലാ ടീമുകളും ഈ സിറ്റീനെ പറഞ്ഞ പോലെ തന്നെയാണ്. 2 കളി നല്ല അപാര ഫോമായിരിക്കും. നെക്സ്റ്റ് മാച്ച് വരുന്ന സമയത്ത് അതുപോലെ തോൽവി വാങ്ങുകയും ചെയ്യുന്ന നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ലിവർപൂളിൻ്റെ റിസൾട്ട് പോലെ ആയിരിക്കും. പക്ഷേ ലിവർപൂളിൻ്റെ റിസൾട്ട് മാത്രം പോരാ, മാൻ സിറ്റി വിൻ ചെയ്ത് വന്നാൽ മാത്രമേ ഒരു ടൈറ്റിൽ ചാമ്പ്യൻ ആവാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പോൾ ജാനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ഇങ്ങനെ അതുപോലെ വേറെ എനിക്ക് തോന്നി ലെഫ്റ്റ് വിങ്ങിൽ ഡുക്കോ ഓക്കെയാണ്. പക്ഷേ ജാക്ക് ഗ്രീലിഷ് എന്താണ്, കാരണം ആസ്റ്റൺ വില്ലയുള്ള സമയത്ത് നല്ലൊരു ഫോമിലുള്ള ഒരു പ്ലെയർ ആയിരുന്നു. പക്ഷേ ഞാൻ സിറ്റിയിലേക്ക് വന്നതിന് ശേഷം ഞാൻ ഒരിക്കലും ആസ്റ്റൺ വില്ലേന്ന് കളിച്ച ആ ഒരു ഫോമിലേക്ക് ഗ്രീലിഷ് വന്നതായിട്ട് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് ഫേവറേറ്റായിട്ട് എനിക്ക് നമ്മുടെ കുട്ടീനൊക്കെ അടിക്കുന്ന പോലെ റൈറ്റ് വിങ്ങിന് കേർവ് ചെയ്തിട്ട് അടിക്കുന്ന ഒരുപാട് ഗോൾസും കാര്യങ്ങളൊക്കെ ആസ്റ്റൺ വില്ലേന്ന് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു. ജാക്ലിഷിൻ്റെ കാര്യം പറയുന്നു, ജാക്ലിഷിൻ്റെ ആ ഒരു ഫോം നോക്കുന്ന ഒരു സമയത്ത്. പക്ഷേ ഒരുപാട് ബിഗ് പ്ലെയർ ഉള്ളത് കൊണ്ടാണോ സ്റ്റാർ ആവാൻ പറ്റാത്തത് എന്താണെന്ന് തന്നെ മനസ്സിലാവുന്നില്ല. ഗ്രീലിഷ് ഒരു വലിയ തുകക്കാണ് മാൻ സിറ്റി സൈൻ ചെയ്തത്. പക്ഷെ ആ ഒരു സിറ്റിയിൽ വന്നിട്ട് ആ ഒരു പേയ്മെൻറ്റിൻ്റെ ഒരു പകുതി ഫോം വരെ ജാക്ലിഷിന് ഇതുവരെ ഗ്രൗണ്ടിൽ കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചില്ല എന്ന് തന്നെയാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഗൈസ്, എനിക്ക് ഇത്രയൊക്കെയാണ് മാൻ സിറ്റിനെ കുറിച്ച് പറയാനുള്ളത്. ഒരിക്കലും തള്ളിക്കളയാൻ പറ്റിയ ടീമല്ല മാൻ സിറ്റി. ഏത് നിമിഷവും ആ ഒരു പ്രൈം ഫോമിലേക്ക് വരാം. ഇതുവരെ നടന്ന ആ ഒരു ഇതുവരെ ഒബ്സർവ് ചെയ്ത ആ ഒരു വീഴ്ചയാണ് മനസ്സിലാക്കിയത്. ആ ഒരു പൊസിഷനിലേക്ക് ഒരു ക്രിയേറ്റീവ് മിഡ്ഫീൽഡറും അതുപോലെ നല്ലൊരു DMFനെയും കൊണ്ടുവരാൻ സാധിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ ആ റോഡിൽ തിരിച്ചു വരുന്നവരെ കൊണ്ടുപോകാൻ സാധിക്കുമെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ ഗായ്സ്, നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം.